സാത്താൻ 2 എന്നറിയപ്പെടുന്ന സർമദ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഈ വർഷം അവസാനം സൈന്യത്തിന്റെ ഭാഗമാക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ലോകത്തെ ഏറ്റവും ശക്തമെന്നാണ് സർമദിനെ പുടിൻ വിശേഷിപ്പിച്ചത്. ആയിരക്കണക്കിന് മൈലുകൾ അകലെ യുഎസിലോ യൂറോപ്പിലോ ഉള്ള ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ആണവ പോർമുനകളെ തൊടുക്കാൻ ശേഷിയുള്ളതാണ് സർമദ്. സർമദിന്റെ പ്രഹരപരിധി 35,000 കിലോമീറ്ററിലേറെയാണെന്നും പോർമുനയുടെ ശക്തി ഏതൊരു പാശ്ചാത്യ രാജ്യത്തിന്റേതിനേക്കാളും 4 ഇരട്ടിയിലധികമാണെന്നും പുടിൻ പറഞ്ഞു. ശത്രുക്കളുടെ നിലവിൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കും വിധമാണ് സർമദിന്റെ രൂപകൽപ്പന. 200 ടണ്ണിലേറെ ഭാരമുള്ള ഒന്നിലധികം പോർമുനകളെ വഹിക്കാൻ സർമദിന് കഴിയും. 2009 നിർമ്മാണം ആരംഭിച്ച സർമദിന് 200 ടണ്ണിലേറെ ഭാരവും 35.5 മീറ്റർ നീളവുമുണ്ട്. 2016 മുതലാണ് സർമദിന്റെ പരീക്ഷണങ്ങൾ തുടങ്ങിയത്. അതേസമയം മിസൈലിന്റെ ശേഷി പുടിൻ പെരുപ്പിച്ചു കാട്ടുകയാണെന്ന് പാശ്ചാത്യ രാജ്യങ്ങളുടെ വാദം. 2018 പുറത്തിറക്കിയ ഈ മിസൈലിന് പാശ്ചാത്യ രാജ്യത്തെ വിദഗ്ധർ സാത്താൻ 2 എന്നാണ് പേരിട്ടിരിക്കുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ചിരിക്കുന്ന ഈ ബാലിസ്റ്റിക് മിസൈൽ 10 മുതൽ 15 വരെ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളതാണ്. ഇത്തരത്തിലൊരു ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിനെ റഷ്യ വിന്യസിക്കുന്നത് ആദ്യമായാണ്. അജയൻ എന്നാണ് പുടിൻ RS-28 സാർമാറ്റിനെ വിശേഷിപ്പിച്ചത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ശേഷിയുള്ള സർമദിന് 200 ടണ്ണിലേറെയാണ് ഭാരമുള്ളത്. 16,000 മൈൽ വേഗത്തിൽ കുതിക്കാൻ ശേഷിയുള്ളതാണ് സാത്താൻ 2. ഭൂമിയുടെ ഇരുധ്രുവങ്ങളിലും വരെ ആക്രമിക്കാൻ ശേഷി ഈ മിസൈലിനുണ്ട്. ഒപ്പം ഉപഗ്രഹാധിഷ്ഠിത റഡാർ ട്രാക്കിംഗ് സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഈ മിസൈൽ ഉയർത്തുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. മുൻപ് സ്വീഡൻ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങൾ നാറ്റോ അംഗത്വത്തിനുള്ള ശ്രമങ്ങളുമായി രംഗത്തെത്തിയപ്പോൾ RS-28 സർമാദിനെ ഉപയോഗിക്കുമെന്ന് കാണിച്ചായിരുന്നു ഭീഷണി ഉയർത്തിയത്. നിലവിലെ സാഹചര്യത്തിൽ റഷ്യൻ സേനയുടെ ഭാഗമാകുന്ന RS-36M മിസൈലുകൾക്ക് പകരമായിരിക്കും ഇത് ഉപയോഗിക്കുക. ഭൂമിയിലെ ഏത് ലക്ഷ്യത്തെയും തകർക്കാൻ ശേഷിയുള്ള മിസൈൽ എന്നാണ് പുടിൻ ഇതിനെ വിശേഷിപ്പിച്ചത്. ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയുടെ മിസൈൽ പരീക്ഷണം ലോകം ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ഉക്രൈൻ സൈന്യത്തിന്റെ ശക്തമായ ചെറുത്തുനിൽപ്പ് കാരണം റഷ്യൻ സൈന്യം പിടിച്ചെടുത്ത പല മേഖലകളിൽ നിന്നും റഷ്യൻ സൈന്യത്തിന് പിന്തിരിയേണ്ടി വന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട്. യുഎസിന്റെ വിഖ്യാത ICBM-ആയ LGM-30 മിനിറ്റ്മാനെ എല്ലാ രീതിയിലും നിഷ്പ്രഭമാക്കുന്ന മിസൈലാണ് സർമാദ് എന്നും ചില യുദ്ധവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. 200 ടണ്ണാണ് സർമാദ് മിസൈലിന്റെ മൊത്തം ഭാരം. 35.3 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള മിസൈൽ 3 സ്റ്റേജിലുള്ള ഇന്ധന പ്രവർത്തനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ദ്രവീകൃത ഇന്ധനമാണ് മിസൈലിൽ ഉപയോഗിക്കുന്നത്. യുഎസിന്റെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ പൊതുവെ കര ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്. റഷ്യയിൽ ഒരു കാലത്ത് പ്രബലരായി മാറിയ സാർമേഷ്യൻ ഗോത്രത്തിൽ നിന്നാണ് സർമാദ് എന്ന പേര് മിസൈലിന് ലഭിച്ചത്. തെക്കൻ റഷ്യ, ഉക്രൈൻ, കസക്കിസ്ഥാൻ എന്നിവിടങ്ങളിലെ പരന്ന പുൽമേടുകളിൽ നാടോടികളായി ജീവിച്ചിരുന്ന സായുധ ഗോത്രമായിരുന്നു സാർമേഷ്യന്മാർ. കുതിരകളെ ഉപയോഗിക്കുന്നതിലും മിന്നൽ വേഗത്തിൽ ആഞ്ഞടിച്ച് ശത്രുക്കളെ തകർക്കുന്നതിലും ഇവർ പ്രബലരായിരുന്നു. ഉറാൽ മലനിരകൾക്കും ഡോൺ നദിക്കും ഇടയിലുള്ള പ്രദേശമാണ് ഇവർ നിയന്ത്രിച്ചിരുന്നത്. പിൽക്കാലത്ത് സ്കത്യരെ തോൽപ്പിച്ച് തെക്കൻ റഷ്യയുടെ സമ്പൂർണ്ണ ആധിപത്യം ഇവർ നേടി. ഉക്രൈൻ യുദ്ധം തീരുന്നതിന് മുമ്പ് RS-28 സർമാദ് റഷ്യ പരീക്ഷിച്ചത് ലോകരംഗത്തും ആശങ്ക ഉയർത്തിയിരുന്നു. ഇതെല്ലാം വെറും പ്രഹസനമാണെന്നും ഉക്രൈനിൽ തങ്ങൾക്ക് സംഭവിച്ച വീഴ്ചകൾ മറയ്ക്കാനുള്ള റഷ്യയുടെ ശ്രമങ്ങളാണെന്ന് പറഞ്ഞ് യുഎസും നാറ്റോയും രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും ഭാവി പ്രതിരോധ മേഖലയിലെ നിർണായക വഴിത്തിരിവായാണ് സർമാദിനെ കുതിച്ചുയരൽ കണക്കാക്കപ്പെടുന്നത്. അതീവ വിനാശകാരികളായ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങളെ വഹിക്കാനുള്ള മിസൈലിന്റെ ശേഷിയും ചർച്ചയാകുന്നുണ്ട്. നിലവിലെ യാതൊരു പ്രതിരോധ സംവിധാനങ്ങളും ഈ മിസൈലിനെ തടുക്കാൻ ഉപകരിക്കില്ലെന്നും വാദമുണ്ട്. ആണവായുധങ്ങൾ കൂടാതെ റഷ്യയുടെ കയ്യിലെ അതിവിനാശ ബോംബുകളായ തെർമോബാരിക് ബോംബുകൾ, രാസായുധങ്ങൾ തുടങ്ങിയവയും വഹിക്കാൻ സർമാദിന് കഴിയും. വിവിധ ലോകരാജ്യങ്ങളും ശാക്തിക ചേരികളും ICBM പരീക്ഷണങ്ങളും വികസനവും വർദ്ധിത തോതിൽ നടത്തുന്ന മിസൈൽ കിടമത്സരത്തിലേക്കും പ്രതിസന്ധിയിലേക്കും പോകാൻ സർമാദ് വഴിയൊരുക്കുമോ എന്നാണ് യുദ്ധ നിരീക്ഷകർ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം. ഇതുവരെ ICBM-കൾ യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ആണവായുധം വഹിക്കാനായാണ് ICBM-കൾ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് ആശങ്ക കൂട്ടുന്ന കാര്യം.